എന്താണ് ആ ഇത് കണ്ടോ കറുത്തിരിക്കുന്നത് ഇത് കടി കിട്ടി കേട്ടോ. പാഞ്ഞിങ്ങോട്ട് വന്നിട്ട് അറ്റാക്ക് വരുന്നു, ചങ്കത്തിലോട്ട് കൈ കയറ്റി വെച്ചു. ഇവിടെ ഇങ്ങനെ 5 വരലുണ്ട്. അപ്പോഴേ നമ്മളുള്ള സ്ഥലം ഇടുക്കി ജില്ലയിൽ ഉപ്പുതറ കേട്ടോ, വാഗമണിൻ്റെ അടുത്ത്. അപ്പോൾ ഇവിടെ എനിക്ക് 1 മാസം മുന്നേ ഒരു ചേച്ചി എനിക്കൊരു ചലഞ്ച് തന്നായിരുന്നു. വേറെ ഒന്നുമല്ല, ഡോഗ് റോഡ് വീലറാണ്. അവരുടെ വീട്ടിൽ ചേട്ടനോടും ചേച്ചിയോടാണ് അറ്റാച്ച്മെൻ്റ് ഉള്ളത്. കുട്ടികളൊന്നും അത്ര വലിയ സുഖമില്ലാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ അടുത്ത റീസെൻ്റ് ആരെയോ കടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ചേച്ചി എനിക്കൊരു ചലഞ്ച് തന്നെ. ഇവരാരോടൊക്കെ ഒന്ന് ഇണങ്ങുന്നുണ്ടെന്നൊന്ന് കാണാൻ വേണ്ടി, അത് എന്നോടും കൂടെ ഒന്ന് ഇണങ്ങുമോ എന്ന് നോക്കാൻ വേണ്ടി ചേച്ചി ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. റോഡ് വീലറാണ് അല്ലേ? എന്താ അവൻ്റെ പേരെന്താ? എൻ്റെ ടോബി. ടോബി. നമ്മുടെ പേര്? എൻ്റെ ഒരു ബോബിൻ. ചേച്ചിയുടെ അജിത ചേച്ചിയാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. ഇപ്പോൾ 1 മാസത്തിന് മേലെ എങ്ങാണ്ടായെന്ന് തോന്നുന്നു കേട്ടോ. ചേച്ചിയുടെ പട്ടിയാണ്. ആണോ? ശരി. എങ്ങനെയാ ചേട്ടാ, ആരാ അതിൻ്റെ സ്വഭാവ രീതി പറയുന്നത്? ചേച്ചിയാണോ ചേട്ടനോ പറയുന്നത്? ചേച്ചിന്ന് പറയുന്നത് മെയിൻ ആള് ആണ്. ഡോഗിന്റെ എത്ര വയസ്സുണ്ട് ഇപ്പൊ അവന്? അവനിപ്പോ 2.5 വയസ്സുണ്ട്. ഒരു 40 ദിവസം ഉള്ളപ്പോൾ ഞങ്ങളെ കിട്ടിയതാ. ശരി. ചേച്ചി ഇപ്പൊ നമുക്കൊരു ചലഞ്ച് തന്നല്ലോ, ഞാൻ പിടിച്ചോളാം, കുഴപ്പമില്ല. എന്താണ് ആ ചലഞ്ച് തരാനുള്ള കാരണം? ചലഞ്ച് എന്ന് പറഞ്ഞാൽ അവൻ കടിക്കും. ആണോ? ഉറപ്പായിട്ടും കടിക്കും. ഒരാളെ കടിച്ചിട്ടുണ്ട്, വീട്ടിൽ വന്ന ബന്ധുക്കാരനെ തന്നെയാണ് കടിച്ചേക്കുന്നത്. കടിച്ചു, 2 കൈയും കടിച്ച് പറിച്ച് ഒരു തരത്തിലാണ് നമ്മൾ രക്ഷപ്പെടുത്തി എടുത്തത്. ഞാൻ തന്നെ എടുത്തത് രക്ഷപ്പെടുത്തി. പിന്നെ അവൻ അത്ര ഇച്ചിരി ആളുള്ളതുകൊണ്ട് അവൻ ഡോഗിന് ഇച്ചിരി ഒന്ന് കീഴ്പ്പെടുത്തി. എന്നാലും ഒരു 5-8 മിനിറ്റ് കടിച്ചു ഇട്ട് നല്ല കടിച്ചു വലിച്ച് ഇപ്പുറത്ത് കൊണ്ടുവന്നാക്കി. ഞാനും പിള്ളേരും മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം അഴിച്ചു വിട്ടതാ, അഴിച്ചു വിട്ടിട്ട് കടിച്ചതാ. അപ്പം നല്ല കടി തന്നെ. പക്ഷെ കാണുമ്പോ വലിയ അത്യാവശ്യം കൊരയൊന്നും അങ്ങനെ കാണിക്കത്തില്ല. പക്ഷെ ആ കൂടിന്റെ പരിസരത്തോട്ട് ഒരു മനുഷ്യനെ അടുപ്പിക്കാലോ, ഞങ്ങളെന്നല്ല എന്റെ വീട്ടിലെ പിള്ളേരെ അടുപ്പിക്കാലോ. 2 വിട്ടൊക്കെ ഇല്ല. അവനൊരു എറണാകുളംകാരനാ. അപ്പം ഞങ്ങളുടെ കസിൻ തന്നെയാണ്. അപ്പൊ അവൻ വീട്ടിലുണ്ടായിരുന്നു. അവൻ ഇച്ചിരി ഡോഗ് പ്രിയനാ. അപ്പം ഇവൻ എല്ലാ ആഴ്ചയിലും വന്ന് ഇതിന് ഓരോ ബിസ്ക്കറ്റ് ഒക്കെ കൊടുക്കും. കുഞ്ഞായിരുന്നപ്പോ ഇതിനെ ഞങ്ങള് ഫോട്ടോഷൂട്ടിനൊക്കെ ഞങ്ങള് പാറയിലൊക്കെ കൊണ്ടുപോകും, മേലിലൊക്കെ കൊണ്ടുപോകും. അപ്പം അന്നേരം ഒന്നും കുഴപ്പമില്ല. അന്നേരം 1.5 വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇവനെല്ലാ ആഴ്ചയും വന്നത്. അപ്പൊ അന്ന് പതിവില്ലാതെ ഒരു പട്ടിയോട് ഭയങ്കര സ്നേഹം. അതായത് ഓട്ടി വരിക, ബിസ്ക്കറ്റ് എടുത്ത് കൊടുക്കുക. കൊരുത്തപ്പം കുറച്ചില്ല, വലിയ പ്രതികരണം ഒന്നുമില്ല. അല്ലെ പിന്നെ കൂട് പൊളിക്കുന്ന രീതിയിൽ ഇവൻ പ്രതികരണമാണ്. അപ്പൊ ഇവൻ ഓർത്ത് എന്നോട് ഇണങ്ങി എന്നോർത്ത് അന്ന് അഴിച്ചുവിടാൻ പറഞ്ഞു. അപ്പം അഴിച്ചുവിടാൻ പറഞ്ഞപ്പോൾ അതുവരെ കടിച്ചിട്ടില്ല കേട്ടോ ആരെയും. അപ്പൊ ഞാനോർത്ത് കടിക്കുകയല്ല, ഞങ്ങളെല്ലാം കടിക്കുകയല്ലെന്നാ അതിനെ വിലയിരുത്തി വെച്ചിരുന്നത്. എല്ലാരും പറഞ്ഞിട്ടുണ്ട് കടിക്കുകയല്ലെന്ന് തന്നെ. അപ്പം അധികം കൊരയില്ലാത്തതുകൊണ്ട് അങ്ങനെയില്ല. ഞങ്ങൾ തുറന്നു വിട്ടാലും ഞങ്ങൾ ആരെങ്കിലും ഒരാൾ ഉണ്ട്. അപ്പം ഇവനെ അഴിച്ച് വിട്ടപ്പോ ഇവനങ്ങ് പോയി. ലാസ്റ്റ് ഇവനെ അങ്ങ് പുറകെ വിളിച്ച് ടോബി എന്ന് വിളിച്ച് പുറകെ ചെന്നു. അപ്പം ചെന്നിട്ട് അവന്റെ കോമ്പൗണ്ടിലോട്ട് കേറിയില്ല. കേറുന്നതിന് മുമ്പ് ഇവൻ തിരിഞ്ഞു നോക്കിയപ്പം വേറെ ആളാന്ന് കണ്ടു. പാഞ്ഞിങ്ങോട്ട് വന്നിട്ട് അറ്റാക്ക് വരുന്നു, ചങ്കത്തിലോട്ട് കൈ കയറ്റി വെച്ചു. ഇവിടെ ഇങ്ങനെ 5 വരലുണ്ട്. അന്നേരത്തിന് അവനിങ്ങനെ കൈ തട്ടിപ്പോ 2 കൈയും കടിച്ച് പറിച്ച്. ചേച്ചി പറഞ്ഞിട്ട് വിട്ടോ? ഞാൻ പറഞ്ഞിട്ട് വിട്ടില്ല. പിള്ളേർ ഓടി. പിള്ളേരെന്ന് പറഞ്ഞാൽ കുഞ്ഞതിനെ ഞങ്ങൾ ഇവനെ അഴിച്ചു വിടുമ്പോ ഞങ്ങള് മുറ്റത്തിറക്കാറില്ല. കുഞ്ഞവനെ ഒട്ടും ഇഷ്ടമില്ല. മൂത്തവനോട് ഇച്ചിരി ഒരു അടുപ്പം ഉണ്ടായിരുന്നു. കൊച്ച് കടിക്കുന്ന കണ്ടപ്പം കൊച്ച് ഓടി. ഇവർ 2 ഓടി പെരക്കകത്ത് കയറി. പക്ഷെ ഞാൻ നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല. ഇവിടെ പുറത്തൊക്കെ പിടിച്ച് വലിക്കുകയും കുപ്പി വെച്ച് അടിക്കുകയൊക്കെ ഞാൻ ചെയ്തു. ഒരു രക്ഷയില്ല. ലാസ്റ്റ് ഇവൻ തന്നെ കാമുത്തിയിട്ട് ഈ ഡോഗിന്റെ തല കഷത്താക്കി. ഇടിക്കാൻ പറ്റത്തില്ല. ഒരു കൈ വിടുമ്പോ അടുത്ത കൈ കടിക്കും, അടുത്ത കൈ വിടുമ്പോ അടുത്ത കൈ കടിക്കും. അങ്ങനെ അവൻ തന്നെ ഈ പട്ടിയുടെ മണ്ടക്കാക്കി കിടന്നു. പിന്നെ ഞാൻ ഓടിപ്പോയി ലീഷ് എടുത്തോണ്ട് വന്ന് കുരുക്കിട്ട് ഇവന്റെ കൈ വായി തന്നെ ഇരിക്കുക. പിന്നെ കുരുക്കിട്ട് ഞാൻ തന്നെ മുറുക്കി, കഴുത്തെ തന്നെ മുറുക്കി. ഞാൻ പെട്ടെന്ന് പുറകോട്ട് വാഞ്ഞ് എന്റെ ശക്തിക്ക് ആഞ്ഞു വലിച്ചു. ഇവനെ അതിലും ശക്തിക്ക് അവനെ പിടിക്കാൻ നോക്കി. ലാസ്റ്റ് ഇവൻ ഓടി രക്ഷപ്പെടുമായിരുന്നു ചെയ്തേ. കഥ കേട്ടല്ലോ. അപ്പം എൻ്റെ പേരെന്താ? ടോബിയോ? അപ്പോൾ ടോബിനെയാണ് നമുക്ക് ഇന്ന് ചലഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ചേച്ചി അത്രയും നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടോ. ഇപ്പം നിങ്ങൾ ഇപ്പം ഈ ചേച്ചി പറഞ്ഞ കുറേ കാര്യങ്ങൾ, നമ്മുടെ പേരെന്തായിരുന്നു? അജിത മേഡം പറഞ്ഞ കാര്യങ്ങളില്ലേ, ഇപ്പോൾ നമ്മളൊന്ന് ഗസ് ചെയ്ത് നോക്കുക ഇങ്ങനെ കാര്യങ്ങളാണ്. അപ്പോൾ അത്ര സംഭവം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചുമ്മാ ഒരു ഫ്രണ്ട്ലി പോലെ നമ്മൾ ഡോഗിന് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഒരു ചലഞ്ച് എന്നുള്ളത് വലിയ സംഭവമായിട്ട് നിങ്ങൾ കാണണ്ട കേട്ടോ. അപ്പോൾ അവരൊരു ഫ്രണ്ട്ലി രീതിയിലൊരു ചലഞ്ച് നമുക്ക് തന്നുള്ളൂ. ഇപ്പോൾ ഞാനിന്ന് ടിജോ ഇല്ല കൂടെ, ബിബിനാണുള്ളത്. ബിബിനെ അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അനിയമ്പുള്ളി ഇല്ലേ ഇടുക്കിയിലുള്ള, ബിബിനാണ് കൂടെ ഉള്ളത്. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് ബിബിനെ വിട്ടിട്ട് ഞാൻ അവൻ്റെ ഒരു ആഗ്രഹം ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഒരു 2-2.5 കൊല്ലം വന്നിട്ട് വീഡിയോ 2.5 കൊല്ലമില്ലേ? 2.5 കൊല്ലം ശേഷം ബിബിനൊന്ന് നമുക്ക് എനിക്ക് തോന്നുന്ന നമ്മുടെ കങ്കല് ഷൂട്ട് ചെയ്ത വീടായിരുന്നു കേട്ടോ. കങ്കലിന്റെ വീഡിയോയില് കങ്കല് കഴിഞ്ഞ് അത് കഴിഞ്ഞ്
കങ്കല് കഴിഞ്ഞിട്ട് ഒരു ജർമ്മൻ പിന്നെ ഒരു അമേരിക്കൻ പുള്ളി. അമേരിക്കൻ പുള്ളി അതാ അവിടെ മറ്റേ ഈ കങ്കല് കഴിഞ്ഞ പിന്നെ ഒരു ജർമ്മൻ മറ്റേ ഫില ബ്രസീൽ. ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചെയ്തത് ജർമ്മന നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്തല്ലേ. എന്നാ ചെന്നോ. അവന്റെ പേര് ടോബി. ടോബിനെ ബിബിനെ വിട്ട് കാണിച്ചു തരാം ടോബി. ടോബി 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 എന്നാ 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 അവൻ്റെ നോട്ടമേ കറക്റ്റ് ഫേസ് അല്ല, കണ്ണിലേക്ക് നോക്കുകയില്ല അവൻ. വേറൊരു ഞാൻ ഇവിടെ നിൽക്കുവാണ്, അവൻ്റെ നോട്ടം ഇവിടെയാ. ടോബി അവൻ്റെ നോട്ടം വേറൊരു സൈഡിലേക്കാണ്, കറക്റ്റ് കണ്ണിലേക്കല്ല അവൻ്റെ നോട്ടം. പോയപ്പോൾ കണ്ടില്ലേ. അപ്പം ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചത് പിന്നെ ഇഷ്ടല്ലേ. നല്ല അടിപൊളിയൊരു മല, നല്ലൊരു പ്രത്യേക രസം. അങ്ങോട്ട് വീടൊക്കെ ഉണ്ടോ നമ്മുടെ ആ സൈഡിലേക്ക്? ഉണ്ടല്ലേ, കുറച്ചുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ആ വാഗമണിൻ്റെ ആ ഒരു ഫേസൊക്കെ ഉണ്ട്. ടോബി അപ്പോൾ ടോബിക്ക് വേറൊരു ഇതുണ്ട്. ഞാൻ നമ്മുടെ വീഡിയോയിൽ ചിലപ്പോൾ കണ്ടാൽ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ അവൻ്റെ ചെവീൻ്റെ ഇവിടെ ചെറിയൊരു മുറിവ് വന്നിട്ടുണ്ട്. അവരിപ്പോൾ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിലാട്ടോ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾ എടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല, എപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്ന വരില്ല. ആ മുറിവിൽ ഇപ്പോൾ ഒരു മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നത്, റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ആയിട്ട് കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ ഓക്കെ ആവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടോബി. എടാ സുന്ദരനാണല്ലോ ടോബി. എനിക്കത് ബിബിനോട് അഗ്രഷൻ കാണിച്ചതിനേക്കാളും കൂടുതൽ എന്നോട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവൻ്റെ അതേ സൈസിലുള്ള ഒരാളാണ് നമ്മൾ എവിടെയായിരുന്നു, കാസർഗോഡ് വീഡിയോ ചെയ്തില്ലേ ലാസ്റ്റ് റീസെൻറ്റ് റോഡ് വീലറിൻ്റെ വീഡിയോ ചെയ്തത് കാസർഗോഡാണ്. നമ്മളെ തുറന്നു വിട്ട ഡോഗില്ല അത്. ഇവന് ഏകദേശം സെയിം ആട്ടോ, വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. ഹെഡ് സൈസും ബോഡി വെയിറ്റൊക്കെ വെച്ച് നോക്കിയാൽ രണ്ട് സെയിമാണ്, ഏകദേശം ഈക്വലാണ്. അടിപൊളിയാണ് ഇവന്മാർ. ആ ഹെഡും കാര്യങ്ങളൊക്കെ സെയിമാണ് കേട്ടോ. ടോബിയെ ഇടങ്ങി വന്നേ. ഭയങ്കര ദേഷ്യക്കാരാണെന്ന് കേട്ടല്ലോ. ഭയങ്കര ദേഷ്യമാണെന്ന് കേട്ടല്ലോ. ഇവൻ ഇച്ചിരി ക്ലോസ് ആണ്. അവൻ്റെ മുഖം ഒന്ന് കാണട്ടെ, നിൻ്റെ മുഖം ഒന്ന് ആൾക്കാർ കാണട്ടെ. ഇച്ചിരി ക്ലോസ് കാണുന്നുണ്ടോ ഞങ്ങളുടെ മുഖം? ടോബിൻ്റെ മുഖവും എൻ്റെ മുഖം കാണണം അല്ലേ? നമ്മൾ രണ്ടുപേരുടെ മുഖം കാണണം. എങ്ങോട്ട് മുഖം അങ്ങനെ മുഖം എന്താ മുഖം തരാത്ത? ഇവിടെ ഇരുന്ന് എന്താണ് നമുക്ക് പിന്നെ രണ്ട് കവൾ സംസാരിക്കട്ടെ. നിന്റെ മുഖം ഒന്ന് ആൾക്കാർ കാണട്ടെ, കൊച്ചിൻ്റെ മുഖം ഒന്ന് ആൾക്കാർ കാണട്ടെ. എന്താണ് ടോബി എന്താ എന്താണ് ബിബിനറിയാം? തുപ്പി ആറാ മുഖത്ത് തുപ്പിയെ, ആറാ മുഖത്ത് തുപ്പിയെ, ആരാ മുഖത്ത് തുപ്പിയെ? ഇങ്ങനെ നോക്കട്ടെ, കൊച്ചിനെ നോക്കട്ടെ. ഇവനെ കുറച്ച് നേരം മാറ്റി തരാമല്ലോ നമുക്ക്. നീ കുറച്ച് നേരം മാറിയെന്ന് അങ്ങോട്ട് അല്ലേ? ബിബിനെ കുറച്ച് നേരം നമുക്ക് മാറ്റി നിർത്താം. കുറച്ച് നേരം മാറ്റി നിർത്തട്ടെ. എന്താണ് എന്തിനാ ഇത്ര കച്ചറ? എന്തിനാ നിങ്ങൾ പുറത്തൊക്കെ ഇറങ്ങണ്ടേ? നീ ആരെയൊക്കെ കടിച്ചു കേട്ടല്ലോ. നിനക്ക് ബിസ്ക്കറ്റൊക്കെ തന്ന്, നിൻ്റെ ഒരു അങ്കിള് നിനക്ക് ബിസ്ക്കറ്റൊക്കെ തന്ന് കുറേ നേരം ഞാൻ നോക്കി. അവനെ എത്ര പ്രാവശ്യം അവനെ കണ്ടായിരുന്നു? അവനെ ഈ കുറേ പ്രാവശ്യം എപ്പോഴും വരുന്നയാ. കുഞ്ഞിനെ പോലെ കാണുന്നയാ. എടാ നിന്നെ കുഞ്ഞിനെ പോലെ കാണുന്ന ഒരാളെ നീ കടിച്ചു കേട്ടല്ലോ. എന്ത് പണിയാ നീ കാണിച്ചേ? ടോബിയെ ഇങ്ങൊന്നേ. എടാ കുഞ്ഞിനെ പോലെ കാണുന്ന ആളെ നീ കടിച്ചത് കേട്ടല്ലോ. എന്താ ടോബി? അതിനങ്ങനെ ചെയ്തേ? അതിനങ്ങനെ ചെയ്തേ നീ പറ. എന്തിനാ അങ്ങനെ ചെയ്തേ? എന്താ എന്താണ് എന്താണ് ചെവി? എന്താ ആ ചെവി നോക്കി? ഞാൻ ഒരു ചെവിയിൽ കൂകട്ടെ, ഞാൻ എൻ്റെ ചെവിയിൽ ചെവിയിലൊന്ന് കൂകട്ടെ എൻ്റെ ഞാൻ. ടോബിയെ ആ ചെവിയിൽ ഞാനൊന്ന് കൂകട്ടെ, ഞാനൊന്ന് കൂകട്ടെ. എന്താ
ചെവിൻ്റെ ചെവിക്കല്ല പോയി അവനൊരു കുറേ കുറച്ചിട്ട്. ഞാനൊന്ന് ആ ചെവിന്ന് പൊക്കി ഞാനൊന്ന് കൂകട്ടെ കണ്ട് കൂക്കട്ടെ കൂയ് അങ്ങനെ കൂകട്ടെ കൂട്ട വച്ചല്ലേ ഞാൻ അവനെ നോക്കണ്ട. കൊച്ചു സുന്ദരനാണല്ലോ ഇങ്ങ് വന്നി ഇങ്ങ് വന്നി. മുടിയൊക്കെ ഉണ്ടല്ലോ മുടിയൊക്കെ ഉണ്ടല്ലോ അവൻ ഓച്ചറ കണ്ടിട്ട് നോട്ടം ഇവിടെ വേണം. ഇവിടെ വന്നേ ചോദിക്കട്ടെ, കൊച്ചിങ് വന്നേ ചോദിക്കട്ടെ. ഇവിടെ ഇരിക്കേ, ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ഇരിക്കി അവിടെ ഇരിക്കടാ. സിറ്റ് അവിടെ ഇരിക്കി. ഒരു കാര്യം ചോദിക്കട്ടെ. എനിക്ക് ദേഷ്യം വരുവേ. നിനക്ക് മാത്രം ദേഷ്യം വന്നാൽ മതി. എനിക്കും ദേഷ്യമൊക്കെ വരും. എനിക്കുണ്ട് ദേഷ്യമൊക്കെ. നീ മാത്രം വലിയ ദേഷ്യക്കാരൻ. നീ മാത്രം വലിയ ദേഷ്യക്കാരൻ ആണാ? കൊച്ചുകൂട്ടി ഇരുന്നേ ചോദിക്കാം. അവിടെ ഇരിക്കുക. ഞാൻ പോട്ടെ. ടാറ്റാ ഞാൻ പോട്ടെ. പോട്ടെ ഞാൻ പോട്ടെ. തുറന്നു വിടട്ടെ എന്നെ ആ മുഖം കാണിച്ച് നോക്കട്ടെ. ഇവിടെ വന്ന് ഞെക്കട്ടെ. പീച്ചട്ടെ ഞെക്കി പീച്ചട്ടെ. ഞെക്കൊരു പീച്ചട്ടെ പേടിപ്പിക്കല്ല. ശരിയാക്കട്ടെ. ഇവിടെ ഇരിക്കേ ചോദിക്കട്ടെ. ഇവിടെ വേണാ എന്നാ ഇത് സംസാരിക്കാനുണ്ടോ? രണ്ടുകൂടെ സംസാരിച്ചാലോ? ഒരു ഉമ്മ എന്നല്ല എനിക്ക്. ഒരു ഉമ്മ. ചെവി പറിക്കരുത്. ചെവി കടിക്കരുത്. ചെവി കടിച്ചാൽ മേടിക്കട്ടോ. ചെവി കടിച്ചാൽ ഞാനും തിരിച്ചടിക്കും. അവിടെ മുറിവുള്ള കാര്യം അറിയാലോ നിങ്ങൾക്ക് അല്ലേ? ഞാനും തിരിച്ചടിക്കും. ഇവിടെ ഇരിക്കും. ഇവിടെ അവിടെ ഇരിക്കി. ഇവിടെ വാ പോലെ പറഞ്ഞു തരുന്നില്ല. വാ അങ്ങനെ അവൻ്റെ തുപ്പലം എൻ്റെ മേത്തോത്തോ. നിൻ്റെ തുപ്പലം കാരണം അവിടെ മേത്തോത്ത് സ്പ്രേ ചെയ്തേക്കുന്നത് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ തുപ്പിക്കുന്നത് നീ ഇതുണ്ടോ? തുപ്പലം തുപ്പിക്കുന്നത് കേട്ടോ. പോട്ടെ. ടാറ്റാ. ഇതാണ് അവൻ്റെ ലീശ. ഇതാണോ അതാണോ? ഇതാ ലീശ്. ലീശുണ്ട്. പോയാലോ നമുക്ക്? കൊണ്ടോട്ടോ തന്നെ. നീ പുറത്തിറങ്ങി സഹിക്കാന്ന് കേട്ടല്ലോ അല്ലേ? നീ അന്ന് പുറത്തിറങ്ങിയിട്ടല്ല നിൻ്റെ ആരോ കടിച്ചത് അല്ലേ? പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ നീ കടിച്ചാൽ എന്ത് ചെയ്യും? വിരലൊക്കെ കടിക്കുക. ഇവിടെ കടിക്കുകയാണെങ്കിൽ വിരലൊക്കെ കടിച്ചാൽ ഇങ്ങന്നേ എടാ ഇവിടെ അന്നേ റീസെൻ്റ് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു. ഒരു ടർവറൈൻ എന്ന് പറഞ്ഞ ഡോഗ്, അതായത് ബെൽജിയം മൽനോയ്സ് ഹെയർ ടൈപ്പ് കണ്ട ജർമ്മൻ ഷെപ്പേർഡ്. നമ്മളെല്ലാവരും അതിൽ പറഞ്ഞു ജർമ്മൻ ഷെപ്പേർഡിൻ്റെയും മറ്റേ ബെൽജിയം മൽനോയ്സിന് ക്രോസ് എന്നൊക്കെ ആൾക്കാർ പറഞ്ഞായിരുന്നു. പക്ഷേ ഒരിക്കലും അത് അങ്ങനെ ക്രോസ് ബ്രീഡ് അല്ല. അത് ടർവറൈൻ എന്ന് പറഞ്ഞ ഒരു ടർവറൈൻ അങ്ങനെ ഉച്ചാരണം എനിക്ക് കറക്റ്റ് ആയിട്ടില്ലെങ്കിലും ക്ഷമിക്കുക. ടർവറൈൻ എന്ന് പറഞ്ഞ ബ്രീഡാണ്. അവർക്ക് ഹെയർ ഉണ്ടാവും. പക്ഷേ അവന് അന്ന് നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് ഗ്രൂം ചെയ്തായിരുന്നു, അല്ലെങ്കിൽ അതിന് കുറച്ചും കൂടെ ഹെയർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഡോഗ് നമ്മളിങ്ങനെ വിരലിങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ ജസ്റ്റ് ഇതിനുള്ളിൽ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ ഒറ്റ ബൈറ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ അവൻ കയറി ബൈറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് കടി കിട്ടിയത് കാണിച്ചപ്പം കടീൻ്റെ പാടൊന്നും ഇല്ലായിരുന്നു. അത് നമ്മൾ പ്രേക്ഷകർ കണ്ടില്ല. പക്ഷേ കടീൻ്റെ പാട് ഇപ്പം കണ്ടോ? നഖം ഇങ്ങനെ കിട്ടുന്നുണ്ടോ? ഒന്ന് സൂം ചെയ്ത് കൊടുത്തേ. കിട്ടിയാ? ഇത് കണ്ടോ കറുത്തിരിക്കുന്നത്? ഇത് കടി കിട്ടിയ കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് കടി കിട്ടിയത് കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ ആ വീഡിയോയിൽ കാണിച്ചായിരുന്നു കടി കിട്ടിയെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ആ കടിയില്ലാത്തതുകൊണ്ട് ആൾക്കാർ ചോദിച്ചപ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞെന്ന് വിചാരിച്ചു. പക്ഷേ ശരിക്കും ചുമ്മാ പറഞ്ഞല്ല, കടി കിട്ടിയായിരുന്നു. അപ്പോൾ ചതഞ്ഞായിരുന്നു. അത് നഖം ഇങ്ങനെ ഇപ്പോൾ ഒരു 1-2 മാസമായി നഖം ഇവിടുന്ന് വളർന്ന് നീണ്ട് വന്നപ്പോഴാണ് ഈ കറക്റ്റ് കടി ചതഞ്ഞിരിക്കുന്നത് കാണുന്നത്. മലയൊക്കെ നിങ്ങൾക്ക് ഇറക്കാൻ പോയാലോ? പോവാം നമുക്ക്. നീ വലിച്ചോണ്ട് പോവോ? വലിച്ചോണ്ട് പോവാ നീ? ഇവരെയൊക്കെ ചാറ്റയൊക്കെ പറഞ്ഞ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ചേച്ചി ചേട്ടനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ പ്രേക്ഷകർ ഇടയ്ക്ക് ഞങ്ങൾ പറയും ഇങ്ങോട്ട് കാണിച്ച് ടിജോ അല്ല ടിജോയും പോട്ടെ ബിബിനെ ടിജോ എന്നുള്ള കാര്യം പറഞ്ഞ് നമ്മുടെ പ്രേക്ഷകർ അറിയാം. നമുക്കറിയാം ഇപ്പം അമ്മേനെ തല്ലിയാലും 2 പക്ഷം എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്കൊക്കെ ഒരുപാട് അഭിപ്രായങ്ങളുണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ ആദ്യമൊക്കെ മൈക്കോളാണ് നോക്കിയാൽ കേട്ടോ. നമ്മൾ ഈ ലൈവായിട്ട് പോകുന്ന കണ്ടൻറ് ആയതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. ഇതിനിടയ്ക്ക് കട്ട് ചെയ്യുകയോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. നമ്മൾ ഇത്രയും ചെയ്തിട്ട് തന്നെ കട്ട് ചെയ്യുന്നതിലും ചെയ്തോ ഇല്ലല്ലോ. കണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അതെ അങ്ങനെ നമ്മളെല്ലാ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചില സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് പറഞ്ഞു പോകും. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ ലൈവിൽ പോകുന്നതുകൊണ്ട് നമ്മൾ ഇറക്കി എഡിറ്റ് ചെയ്യുമ്പോഴും നമ്മളത് കട്ട് ചെയ്യാറില്ല. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ഇടും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുറേ പ്രേക്ഷകർ നമ്മളിപ്പോൾ ഡോഗിനെ ഇറക്കി ആ ഡോഗ് നമ്മളെ കടി കിട്ടിയിട്ടില്ലെങ്കിൽ ചിലർ പറയും ഓണർ നിങ്ങൾ അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് കടി കെട്ടതെന്ന് പറയും. അത് ചില ആൾക്കാർ പറയും നമ്മൾ ഓണറെ മാറ്റിയിട്ട് ഇറക്കണമായിരുന്നു പറയും. അപ്പോൾ ഈ 2 രീതിയിലുള്ള ആൾക്കാർ പറയുന്നുണ്ട്. നമ്മൾ ഈ 2 രീതിയിലും വീഡിയോ ചെയ്യാറുണ്ട്.
ചില സമയത്ത് ഓണറെ മാറ്റി നിർത്താറുണ്ട്, ചില സമയത്ത് ഓണർ ലൈവിലുണ്ടാവും. ഇനിയിപ്പോൾ എന്തൊക്കെ നമ്മൾ ഓണറെ മാറ്റി നിർത്തിയാലും ശരി, ക്യാമറേൻ്റെ പുറകിൽ ഓട്ടോമാറ്റിക് അവർ നിൽക്കും. സ്വാഭാവികമായിട്ട് വീടിൻ്റെ ഉള്ളിലോ പുറത്തൊക്കെ ആയിട്ട് നിൽക്കും. നമ്മൾ എത്ര മാറാൻ പറഞ്ഞാലും അങ്ങനെ മാറിയെന്ന് വരില്ല. അപ്പോൾ ശരിക്കും ഓണർ ഇവരുടെ അടുത്ത് നിൽക്കുന്നതാണ് ഡോഗിന് ഏറ്റവും കോൺഫിഡൻസ് കൂടുതലുള്ള സമയം കേട്ടോ. കാരണം ചേച്ചിയുടെ പെറ്റാണ് ഡോഗ്. ഇപ്പോൾ ഇവരെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഡോഗ് എപ്പോഴും ഡൊമിനൻ്റ് ആയിരിക്കും. കാരണം അവരെപ്പോഴും സ്ട്രോങ് ആയിരിക്കും. ആരും ഇല്ലാതെ മാറി നിൽക്കുന്നതിനേക്കാളും കൂടുതൽ സ്ട്രോങ് അവരുള്ളപ്പോഴായിരിക്കും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വീഡിയോയിൽ ചിലപ്പോൾ ഓണറെ കാണുന്നുണ്ടാവില്ല, പക്ഷേ തൊട്ടടുത്ത് ഇതാകെ ഒരു 5 മീറ്റർക്കുള്ളിലല്ലോ അല്ലേ നമ്മൾ നിൽക്കുന്നത്. ഒരു 5 മീറ്റർ ഡിസ്റ്റൻസ് തന്നെ ഇവരുണ്ട്. ഡോഗിന് ഇവർ വിസിബിളാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഡോഗിനെ എല്ലാവരും വളർത്തുന്ന ആൾക്കാരാണ്. നമുക്കറിയാമല്ലോ ഡോഗ് എങ്ങനെ പോയാലും നമ്മുടെ പ്രസൻസ് അവരറിയും. അതായത് ഓണറുടെ പ്രസൻസ് അവരറിയും. തൊട്ടടുത്ത് ആൾ നിൽപ്പുണ്ടാവും. അപ്പോൾ ഓൾറെഡി ഡോഗും സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ആൾക്കാർ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. ഞാനിത് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റിയിട്ടല്ല അവരെ ഇറക്കുന്നത്. അവർ ഓൾറെഡി നമ്മുടെ ഈ സൈഡിലുണ്ടാവും. നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ ചിലപ്പോൾ ഉണ്ടാകില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ടോബിയെ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോയാ, അപ്പോൾ ഞാൻ മറന്നുപോയാൽ നമ്മളെ പോയി വരുത്തണമെങ്കിൽ മറന്നു പോയാൽ നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു കേട്ടാ. എന്താണ് ഇങ്ങ് വന്നേ, കൊച്ചു വന്നേ, നമുക്കൊന്ന് പുറത്തിറങ്ങിയാലോ? ഒന്ന് പുറത്തിറങ്ങി പോവാം. ഇവനെ ഈ ഫോൺ അടിച്ചു വന്നു. ഇവൻ കയറി ഊടുമായിട്ട് കടിക്കുന്ന പറഞ്ഞ് ഫോണൊക്കെ പൊട്ടിപ്പോണ്ട, അതുകൊണ്ട് ഞാൻ കൊടുത്താ. നീ കയറി കടിച്ചാലേ ചേച്ചി വരാനൊക്കെ 5-6 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞ്. ചേച്ചിക്ക് ഇപ്പോൾ വേറെ കാര്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ മറ്റേ ആളെ കടിച്ചപ്പം ആ കസിനെ കടിച്ചെന്ന് പറഞ്ഞില്ലേ, അപ്പം ആ കടി ഒരു 5-8 മിനിറ്റ് നീണ്ടു എന്ന് പറഞ്ഞേ, കടിയും അതിൻ്റെ ആഭ്യന്തര കലഹങ്ങൾ മൊത്തത്തോടെ. അപ്പം ആ എക്സ്പീരിയൻസ് ചേച്ചിക്ക് ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ഫസ്റ്റ് ടൈം നമ്മളെ ഇവൻ കടിച്ചാലും ശരി, ഒരു കടി കിട്ടി ചേച്ചി പിടിച്ചു മാറ്റിയതൊക്കെ ഉള്ളു. പിന്നെ പ്രശ്നം ചേട്ടനുണ്ട്, എന്നാലും പിടിച്ചു മാറ്റാനുള്ള ശേഷി അവർക്കുണ്ട്. മറ്റേത് ആ കസിനെ കടിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക, ഞാനാണ് ഡയറക്റ്റ് ഇപ്പോൾ ഫസ്റ്റ് ഇറക്കുന്നത്. അപ്പോൾ എനിക്കിട്ടാണ് ഫസ്റ്റ് കടി കിട്ടുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു പാനിക്കായിട്ട് നിന്ന് പോയി തരും. ഇപ്പോൾ എന്തായാലും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് ധൈര്യമുണ്ട്. ഒരു 5-6 മിനിറ്റ് നിന്ന് കടിപ്പിക്കാൻ നിൽക്കണം കേട്ടോ. അതിന് മുമ്പ് പിടിച്ചു മാറ്റിക്കോ കേട്ടോ. 5-6 മിനിറ്റ് ഒന്നും കടിക്കല്ലേ, കളിക്കുവാണെങ്കിൽ 2 മിനിറ്റേ കടിക്കാവുള്ളൂ. പറഞ്ഞേട്ടോ പറഞ്ഞേട്ടോ നീ. ഒന്നാമതെ ഇപ്പോൾ ഞാൻ കമ്പത്തുനിന്ന് അങ്ങോട്ട് വരുന്നത് ക്രിക്കറ്റ് മാച്ചായിരുന്നു. ഞങ്ങൾ യൂട്യൂബേഴ്സിന് ഒരു ക്രിക്കറ്റ് ടീമുണ്ട്. ക്രിക്കറ്റ് മാച്ചിന് പോയിട്ട് എൻ്റെ ഈ നഖം ഇവിടുത്തെ ഫ്രണ്ട് നഖം പൊളിഞ്ഞിരിക്കുക, ഈ ഷൂവിൽ ഇങ്ങനെ കുത്തിയിട്ട് പൊളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ കാലിന് വേന. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതുണ്ട്, ഇതൊരു ബോൾ കൊണ്ടിട്ട് ഇത്രയും മുഴയുണ്ടായിരുന്നു. സ്റ്റിച്ച് ബോളായിരുന്നു, അതിലാണ് കളി. ഇത്രയും മുഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് ആ മുഴയും താന്നതാണ്. അതുകൊണ്ട് കാല് രണ്ടും പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൊച്ചിനെയും കൊണ്ടൊന്ന് പോകണം എനിക്ക്. പോട്ടെ നീ ഇത് ആലോചിക്കുന്നേ? എന്താ ആലോചിക്കുന്നത്? എന്താ ആലോചിക്കുന്നത്? മോന്നുണ്ടവനെ നീ ഇത് ആലോചിക്കുന്നേ? എടാ ഞാൻ ചാടിപ്പോവല്ലേ? നീ ചാട്ടക്കാരാണാ? ഇതിട്ടിട്ടേടേ, ഇതിട്ടിട്ട് വാ. ഇത് കഴുത്തിട്ട് നിൽക്ക്, അവിടെ നിൽക്ക്, ഇതിട്ടിട്ട് നിൽക്കടാ ഭീകരാ. ചാടിപ്പോയാലേ നമുക്ക് ബിബിന് പറയാനൊരു ഇത് കിട്ടും. നമ്മുടെ ബിബിൻ വന്നിട്ട് ഇപ്പോൾ 2 കൊല്ലം മുന്നേ നമ്മുടെ വീഡിയോ വന്നതാണ്. അന്ന് കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ വീഡിയോ കല്യാണം കഴിഞ്ഞ് 2nd വീക്കിലും നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ അവനൊരു പെൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, 4 മാസമായിട്ടുണ്ട്. അപ്പോൾ അവനേ ഒരു കൊച്ചിൻ്റെ അച്ഛനാ. നീ കയറി ഇനി അവനെ വല്ല കടിച്ചാൽ അവന് പണിക്ക് പോകണ്ട. നിനക്ക് ഇതിലിട്ടെ. പോട്ടെ നമുക്ക്. ഇറങ്ങിയിട്ട് നീ കടിക്കരുത്, പറഞ്ഞേട്ടാ. നീ കടിക്കരുത്. കടിക്കുവാണെങ്കിൽ തന്നെ മയം വരുത്തി കടിക്കണം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ ചുമ്മാ ഒന്നോനെ ഇറക്കുന്നുള്ളൂ. വേറെ ഒന്നുമല്ല, ചുമ്മാ ഒരു ചലഞ്ച് പോലെ തന്നെ. നമ്മുടെ ഹേറ്റേഴ്സൊക്കെ പറയാനല്ല, ചുമ്മാ ഡോഗിനെ കൂട്ടി ഇറക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനെന്ന് വെച്ചാൽ കിട്ടാനൊന്നുമില്ല. നമ്മുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കടിക്കുന്ന ഡോഗുകളെ ഇതുപോലെ ഓണർമാർ അവരുടെ സന്തോഷത്തിന് നമുക്ക് തരുന്നതാണ്. ചിലവരൊക്കെ കടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടോ? ഇല്ല എന്നല്ല, എല്ലാ നമുക്ക് തരുന്ന എല്ലാ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും അവരുടെ ഡോഗ് നമ്മളൊന്ന് കടിക്കണം അങ്ങനെ ആഗ്രഹിക്കുന്നതല്ല, അവരുടെ ഡോഗ് ഒന്ന് ജയിച്ച് കാണണമെന്നൊരു ആഗ്രഹത്തിലാണല്ലോ അവർ തരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതും ഇപ്പോൾ ചിലപ്പം കടിക്കാതിരിക്കാം. അത് നമുക്ക് പറയാൻ പറ്റില്ല, എന്താവും ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഓരോ ദിവസം പോലെയൊക്കെ ഇരിക്കും. പിന്നെ മാക്സിമം നമ്മൾ കടി കിട്ടാതെ നമ്മൾ ശ്രദ്ധിക്കാതെ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഇവരെ ഒന്ന് ഇറക്കി അത് കടിക്കരുത്, വാ അവനെ ഇത് കടിച്ചോണ്ടിരിക്കുക, കടിച്ച് പൊട്ടിച്ച് പോകാനുള്ള കേട്ടോ. നീ ഇറക്കി നീ കുറേ നേരം നീ അവിടെ ഡയലോഗ് അടിച്ചോണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. പോരാ നമുക്ക്. എന്താ കുറച്ച് മുമ്പ് ദേഷ്യം കാണിച്ചെന്താ? നീ എന്തിനാ ദേഷ്യം കാണിച്ചേ? പോവാ. അപ്പോൾ ആളിച്ചിരി ലേശം സ്ട്രോങ് ആട്ടോ. എന്നോട് ഒന്ന് ദേഷ്യം പിടിച്ച് കാണിച്ചായിരുന്നു എന്നോട്.
പോവാ ടോബി. അപ്പോൾ ഇറക്കണം കേട്ടോ. വാ. അവൻ ഒന്ന് ചാർജ് ചെയ്ത് കയറിയാ കേട്ടോ എൻ്റെ മേത്തേക്ക്. ജസ്റ്റ് ആ പുറകെ നിന്ന് ചാർജ് ചെയ്യും. ഞാൻ വിചാരിച്ച കിട്ടിയെന്ന് വിചാരിച്ചു. കണ്ടില്ല നമ്മളെ ഞാൻ ഒന്ന് പറഞ്ഞില്ലേ നമ്മൾ റീസെൻ്റ് ചെയ്ത് മറ്റേ ഇവിടെ പോയി ചെയ്തെന്ന് പറഞ്ഞ് എന്നാ കാസർഗോഡ് ചെയ്തില്ലേ, ആ ഡോവിന് അതേ സൈസ്, അതേ വലുപ്പം, അതേ വണ്ണം, ദേശീയമൊക്കെ അതുപോലെ തന്നെ കേട്ടോ. ഇവരെന്നെ ഒന്ന് ചാർജ് ചെയ്ത കേട്ടോ. അവിടെ കയറിയപ്പോൾ ജസ്റ്റ് ഒന്നിലേക്ക് ചാർജ് ചെയ്യാൻ കയറിയായിരുന്നു. നിങ്ങൾ കണ്ടോ അറിയത്തില്ല. സംഭവം അറിയാം, ഞാൻ ആ ഗേറ്റിലേക്ക് ഞെങ്ങിപ്പോയി. ഒരൊറ്റ ഞെങ്ങിൽ ഇവൻ കയറി അങ്ങ് പോയി. ആ ഗേറ്റ് പുറത്തേക്കാതെ തുറക്കട്ടെ, ഞാൻ അകത്തേക്ക് കയറും, ഞെങ്ങി അങ്ങ് പോയി. നല്ല കാറ്റ്, ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. ഇടുക്കിയിലെ പാട്ട് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ നല്ല കാറ്റാട്ടോ, നല്ല രസം കേട്ടോ. മലയൊക്കെ ഉണ്ടോ? ടോബി നിൽക്കുന്നത് തന്നെ ഈ കൂട് മലേൻ്റെ ഒരു അടിവശത്താട്ടോ. അവൻ അങ്ങോട്ട് സൈറ്റ് ഇട്ടിട്ടില്ല. അവർ മറ്റേ മഴയായതുകൊണ്ട് മറ്റേ ടാർപ്പൊക്കെ ഇട്ട് കെട്ടിയിട്ടുണ്ട്. ഇല്ലായിരുന്നു നല്ല സൈറ്റ് അവന് കിട്ടുമായിരുന്നു. വാ. ആയി ഒരു തോടുണ്ട്, തോട്. എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുകൊണ്ടോ അമ്മാര് വലിയാട്ടോ അവൻ വലിക്കുന്നത്. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ആ അവിടെ കുര തുടങ്ങി. ഒളിച്ചോട് നോക്ക്, അടാറ് വലിയായിരിക്കും, ചെറിയ വലിയല്ല. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങളൊക്കെ ഞാനേ അവരുടെ കൈ കൊണ്ട് കൊടുക്കാം. അവൻ്റെ ചെവിയിലൂടെ ചെറിയ ഞാൻ സ്ക്രാച്ചിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പം ആ അവിടെ അവന്മാരെ ഓടിക്കലാവും ഇവനെ, അല്ലെങ്കിൽ അവന്മാരെ കച്ചരാവും. അതെങ്കിൽ പോരെ ഇവനെ, അവൻ ഭയങ്കര വലിയ കേട്ടോ. നമ്മൾ വിചാരിച്ച വലിയൊന്നല്ല, ആളടാറ് വലിയ. എന്തൊക്കെയായിരുന്നു പിടിച്ചോ. ആ കേട്ടോ, സുന്ദരനല്ലേ. നീ കൂട്ടി കയറ്റി കേട്ടോ. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഒരു കടിയൊക്കെ പ്രതീക്ഷയായിരുന്നു. കടി ഒരു മാന്തെങ്കിലും പ്രതീക്ഷ. അല്ല ആദ്യമേ വേറൊരു കാര്യം ചെയ്തായിരുന്നു, ഞാൻ കണ്ടു. അങ്ങോട്ട് വന്നപ്പോൾ ലാസ്റ്റ് ചേട്ടൻ്റെ കൈ കൊടുത്തില്ലേ, ഏട്ടൻ കുറച്ച് ലൂസാക്കി കൊടുത്തായിരുന്നില്ല പിന്നെ. ഇല്ലേ ഇല്ലേ, ചെറുതായിട്ട് ലൂസാക്കിയില്ല. വലിക്കുന്ന അല്ല, കടിക്കാൻ വേണ്ടി അഥവാ നിന്നാലും വലിച്ചെടുക്കും. ചേച്ചി പ്രതീക്ഷ കടി പ്രതീക്ഷയല്ലേ? ആദ്യം കടിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഞാനും കൂടെ ഉള്ളതുകൊണ്ട് കടിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്നാ പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. ആ കുഴപ്പമില്ല. നമ്മള് എന്നാ ഈ പറഞ്ഞ പോലെ കടിക്കുമെന്ന് ഇപ്പം ഇനി ബൈ ചാൻസ് വേറെ കാര്യമുണ്ട്. ഇപ്പം നമ്മളാണ് ആ കടിക്ക് വരുന്നതിന് മുമ്പ് ഒരു ചലഞ്ച് പോലെ നിങ്ങൾ അന്ന് വിചാരിക്കുക. അപ്പോൾ കടിക്കാതെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും കടിക്കൂല വിചാരിക്കും. പക്ഷേ അതിന് മുന്നേ ഒരു കടി സ്ഥിരം കാണുന്ന ഒരാളെ ഡോഗ് കടിച്ചിട്ടുണ്ടല്ലോ, അപ്പം കടിക്കും. നമ്മളോട് കടിച്ചിട്ടാന്ന് പറഞ്ഞാൽ നമ്മള് അതിന്റെ ആ ഒരു ഇത് കൊണ്ട് മാത്രം കേട്ടോ. നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ്. അതിൽ വേറെ ഉള്ളിപ്പടി ഉണ്ടായാൽ മതി, നമുക്ക് പുറത്ത് കാണിക്കണമെന്നില്ല. ഉള്ളിപ്പടി ഉണ്ടെങ്കിൽ ഡോഗ് കടിക്കും. അത് അവർ പെട്ടെന്ന് സെൻസ് ചെയ്യും. ഉമ്മാരെ നമ്മുടെ ഉള്ളിപ്പടി ഉണ്ടുള്ള കാര്യം. എന്നാൽ ഞങ്ങൾ അങ്ങ് ഇറങ്ങിയാലോ? പേര് വിട്ടു ചേട്ടന്. ആ ചേച്ചിൻ്റെ പേരും വിട്ടു, അജിത. ഓക്കെ, അപ്പോൾ അജിതമായിട്ട് താങ്ക്സ്. റോഡ് വീലർ വെച്ച് നമുക്ക് ചലഞ്ച് തന്നെ നമുക്ക് വീഡിയോസും കാണാം. അപ്പോൾ നമ്മളിനി ഇടയ്ക്ക് ഈ നാട്ടിൽ കൂടെയൊക്കെ പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇടയ്ക്ക് വരുമ്പോൾ കയറാം. ഓക്കെ, എന്നാൽ ബൈ ബൈ. പിന്നെ പിള്ളേരുടെ അവൻ്റെ മോൻ്റെ പേരെന്താ? അലനും ആദനും. അലനാണ് ഇച്ചിരി 6ാം ക്ലാസ്സിലും, ആദൻ 1ാം ക്ലാസ്സിലും. അവനെ അതേപ്പറ്റി അറിയത്തില്ല. അലന് ഗേറ്റിന്റെ അവിടെ തൊട്ടേ ചേട്ടന്റെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാണ്. അപ്പൊ അലനെ ഞാൻ ഇതിൽ വീഡിയോ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് അലൻ വരുമ്പോഴേ അലനൊരു വീഡിയോ എനിക്ക് എടുത്ത് അയച്ചായിരുന്നേ. അപ്പൊ അലനെ നമ്മളെ വീഡിയോ കാണിച്ചിട്ടുണ്ടെങ്കിൽ അലനെ നമ്മൾ വരുന്നത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നേരത്തെ എന്ന് പറഞ്ഞായിരുന്നു. എക്സാം ആയതുകൊണ്ടാണ്, മോഡൽ എക്സാം തുടങ്ങി, അതുകൊണ്ടാണ് സ്കൂളിൽ വിടാതിരിക്കാൻ നേരെ നിവൃത്തി. അപ്പൊ അലനെ ഞാൻ ഈ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.